എന്റെ ഒന്നാമത്തെ സംശയം എന്ന് പറഞ്ഞാൽ ഇവരിതൊക്കെ ചെയ്തു പോലും റീച്ചും അതുപോലെ തന്നെ പണവും ഉണ്ടാക്കിയാൽ മതി എന്ന് ചിന്തിക്കുന്നുണ്ടോ എന്നുള്ള സംശയം എനിക്കുണ്ട്. ഉം. ഈ ഈ സിന്ധു ഹാനയുടെ കാര്യം വേറൊരു കാര്യമാണ്. പക്ഷെ സിന്ധു കൃഷ്ണകുമാറിനെ സംബന്ധിച്ച് അവരിതുവരെ ഇങ്ങനെയുള്ള ഒരു വാചകങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. ഇപ്പം ഹാന ചെയ്ത വീഡിയോന്റെ പുറകിൽ അവരുണ്ടായിരുന്നു. അവർ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിരുന്നു. അതുപോലെ അമ്മയോട് കൂടി ഞാൻ ഇരിക്കാൻ പറഞ്ഞു. ഏത് അമ്മുമ്മയെ ചീത്ത പറയുമ്പോൾ പക്ഷെ അമ്മ ഇരുന്നില്ല എന്നൊക്കെ ഹാന പറയുന്നുണ്ട്. ഉം. എങ്കിൽ പോലും നമുക്കൊരു ആനുകൂല്യം അവർക്ക് കൊടുക്കല്ല. കാരണം അവർ പബ്ലിക്കലി വന്നൊരു കാര്യവും പറഞ്ഞിരുന്നില്ല. പറഞ്ഞില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ശരിക്കും അവരങ്ങനെ പറഞ്ഞില്ല. അത്രയും നല്ലത്. പിന്നെ അത് മാത്രമല്ല ഈ വിഷയങ്ങളൊക്കെ കെട്ടടങ്ങി പോട്ടെ. കാരണം ഇതൊക്കെ നമ്മൾ എടുത്തിട്ട് അലക്കുകയോ ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ അതുകൊണ്ട് വേണ്ടാന്ന് വിചാരിച്ചിരുന്നതാണ്. അപ്പൊ ഞാൻ അന്നും പറഞ്ഞൊരു കാര്യം പ്രതിക്ക് ഓർമ്മയുണ്ടാവും. ഞാൻ ഉം. വളരെ കൃത്യമായിട്ട് പറഞ്ഞത് ഈ അമ്മുമ്മ ചെന്ന് മഹാവൃത്തിയുടെയൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും അതിന്റെ പിന്നെ അതിന്റെ പുറകെ ഇവര് നടക്കണ്ട. അമ്മുമ്മയെ ഉപദ്രവിക്കാൻ വേണ്ടി നടക്കണ്ട. ബിച്ചി, വസന്ത എന്നൊക്കെയാണ് ഓമന പേരിട്ട് വിളിക്കുന്നത്. അപ്പൊ ഉം. അങ്ങനെ പേരൊന്നും ഇട്ട് വിളിക്കണ്ട. അവരങ്ങ് വിട്ടേക്ക്. നമ്മളെ അതെ. ഉപദ്രവിച്ചെങ്കിൽ അതങ്ങ് വിട്ടേക്ക് എന്നുള്ളതാണ് പറഞ്ഞത്.